പ്യാരെ ബച്ചോ നമസ്തേ. എല്ലാവർക്കും ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മളൊരു വെള്ളം കോരിക്കൊണ്ട് റോഡൊക്കെ നനയ്ക്കുന്ന ഒരാളെ പറ്റി പഠിച്ചിരുന്നു. അയാളുടെ പേരെന്തായിരുന്നു? ചിരാഗ് അലി അല്ലേ? അങ്ങനെ ഈ വെള്ളം കോരി റോഡ് നനയ്ക്കുന്ന ആൾക്കാരെ എന്തായിരുന്നു പറയുന്നതെന്നൊരു ചോദ്യം ഞാൻ തന്നിരുന്നു നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ. നിങ്ങളത് ചെയ്തോ? നിങ്ങൾക്ക് ആ വാക്ക് കിട്ടിയോ? എന്തായിരുന്നു ആ വാക്ക്? ഭിസ്തി അല്ലേ? ഓക്കെ. അതുപോലെ ചിരാഗ് അലിയുടെ അയൽവാസിയായ ഒരു പാവപ്പെട്ട സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അവരുടെ പേര്? അത് നിങ്ങളോട് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു പേര്? മെഹറുന്നീസ അല്ലേ? അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളുടെ ടീച്ചറിനെ കാണിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഭാഗവും കൂടി പഠിക്കാനുണ്ട് ഈ പാഠത്തിൻ്റെ, അതും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും പുസ്തകം ഒന്ന് എടുത്തേ. മേരാ പഡോസി ഹീരാ സിംഗ് ഏക് നൗജവാൻ ഹെ. മേരാ പഡോസി എന്ന് പറഞ്ഞാൽ എൻ്റെ അയൽവാസിയായ ഹീരാ സിംഗ്. അയൽവാസിയുടെ പേരെന്താണ്? ഹീരാ സിംഗ്. ഏക് നൗജവാൻ ഹെ. നൗജവാൻ എന്ന് പറഞ്ഞാൽ യുവാവ്. അപ്പോൾ മിർസ ഗാലിബിൻ്റെ അയൽവാസിയായിരുന്ന ഹീരാ സിംഗ് ഒരു യുവാവാണ്. വഹ് മുझे ഹിമ്മത്ത് ബന്ധാത്ത ഹെ. അവൻ എനിക്ക് ധൈര്യം പകരുമായിരുന്നു. ഹിമ്മത്ത് ബന്ധാന എന്ന് പറഞ്ഞാൽ ധൈര്യം പകരുക എന്നാണ്. അപ്പോൾ ഈ മിർസ ഗാലിബിൻ്റെ അയൽവാസിയായിരുന്ന യുവാവായ ഹീരാ സിംഗ് മിർസ ഗാലിബിന് ധൈര്യം പകരുമായിരുന്നു. ഇസ് ആധേ വീരാൻ ഓർ ആധേ ആബാദ് ഷെഹർ മേ. ഈ ആധേ വീരാൻ എന്ന് പറഞ്ഞാൽ പകുതി ശൂന്യമായ അല്ലെങ്കിൽ പകുതി വിജനമായ. വീരാൻ എന്ന് പറഞ്ഞാൽ വിജനമായ, ശൂന്യമായ എന്നൊക്കെയാണ് അർത്ഥം. ആധേ വീരാൻ ഓർ ആധേ ആബാദ്. ആബാദ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യയുള്ള എന്നാണ്. ആധേ ആബാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പകുതി ജനസംഖ്യയുള്ള. അപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം ഡൽഹി നിവാസികൾ കുറേ പേർ ഓടിപ്പോയി, കുറേ പേരെ ബ്രിട്ടീഷുകാർ കൊന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനസംഖ്യയുടെ പകുതിയായി കുറഞ്ഞു ഇപ്പം അവിടെയുള്ള ആൾക്കാരുടെ എണ്ണം. മനസ്സിലായില്ലേ? അപ്പം പകുതി ശൂന്യമായതും പകുതി ജനസംഖ്യ ഉള്ളതുമായ ഷെഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടണം. ഈ പട്ടണത്തിൽ ശിവാജി റാം ഭീത്തോ ഹെ. ശിവാജി റാമും ഉണ്ടായിരുന്നു. ശിവാജി റാം അതൊരാളുടെ പേരാണ്. ജോ മുജ്സെ കഹത്തെ. അവൻ എന്നോട് പറയുമായിരുന്നു. എന്തായിരുന്നു പറയുന്നത്? കി മുസീബത്ത് കെ ഏ ദിൻ കഭി ന കഭി തോ ഖത്തം ഹോങ്കെ. മുസീബത്ത് കെ ഏ ദിൻ, കഷ്ടപ്പാടിൻ്റെ ഈ ദിവസങ്ങൾ എന്നെങ്കിലും ഒരു ദിവസം അവസാനിക്കും. കഭി ന കഭി, എപ്പോഴെങ്കിലുമൊക്കെ അവസാനിക്കും. ഖത്തം ഹോങ്കെ എന്ന് പറഞ്ഞാൽ അവസാനിക്കും. അപ്പം ശിവാജി റാം എന്ന് പറയുന്ന ആൾ മിർസ ഗാലിബിനോട് പറയുമായിരുന്നു, ഈ കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും ദിവസമൊക്കെ ഒരു ദിവസം അവസാനിക്കുക തന്നെ ചെയ്യുമെന്ന്. ഉൻകാ ലഡ്ക ബാല മുകുന്ദ് മുझे अपने पिता की तरह चाहता है. ഉൻകാ ലഡ്ക, ആരുടെ? ഈ ശിവാജി റാമിൻ്റെ ആൺകുട്ടി. ലഡ്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആൺകുട്ടിയാണ്. ശിവാജി റാമിൻ്റെ മകൻ ആയ പേരെന്താണ് അവൻ്റെ? ബാലമുകുന്ദ്. മുझे अपने पिता की तरह चाहता है. എന്നെ അവൻ്റെ അച്ഛനെ പോലെയാണ് സ്നേഹിക്കുന്നത്. ചാഹന എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്നർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ അർത്ഥം എന്താണ്? സ്നേഹിക്കുക എന്നാണ്. അവൻ അവൻ്റെ അച്ഛനെ പോലെയായിരുന്നു എന്നെ സ്നേഹിച്ചിരുന്നത്. ജബ് മേ ബീമാർ പട എന്ന് പറഞ്ഞാൽ സുഖമില്ലാതാവുക എന്നാണ്. എനിക്ക് സുഖമില്ലാതെ ആയപ്പം ബാലമുകുന്ദ് അംഗ്രേസ് സിപ്പാഹിയൊക്കെ നസറോസെ ബച്ചാത്തെ. ഈ ബാലമുകുന്ദ് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ, അംഗ്രേസ് സിപ്പാഹി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ നസറോസെ ബച്ചാത്തെ, കണ്ണു വെട്ടിച്ച്. നസറോസെ ബച്ചാന എന്ന് പറഞ്ഞാൽ കണ്ണു വെട്ടിച്ച്. ഏക് ഹക്കീം കോ മേരെ പാസ് ലേ ആയ. ഒരു ഹക്കീം, നമ്മൾ നേരത്തെ ഹാക്കിം എന്നൊരു വാക്ക് പഠിച്ചിരുന്നു, അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഹക്കീം എന്ന് പറഞ്ഞാൽ വൈദ്യൻ എന്നർത്ഥം, ഡോക്ടർ. അപ്പം ബ്രിട്ടീഷ് പട്ടാളക്കാരെ കണ്ണു വെട്ടിച്ചിട്ട് ഒരു ഡോക്ടറെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു, ഒരു വൈദ്യനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഹക്കീം കി ദവാസെ മേരി ജാൻ ബച്ച് ഗയി. ഹക്കീം കി ദവാസെ, ഈ വൈദ്യൻ്റെ, ഡോക്ടറുടെ മരുന്ന് കൊണ്ടാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. ദവ എന്ന് പറഞ്ഞാൽ മരുന്ന് എന്നാണ് അർത്ഥം. അപ്പോൾ ഹക്കീം നമ്മൾ പഠിച്ചു ഡോക്ടർ. അപ്പം ഹക്കീം കി ദവാസെ മേരി ജാൻ ബച്ചി എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടറുടെ മരുന്ന് കൊണ്ടാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. മുझे ജിന്ദഗി ബാലമുകുന്ദ് കി മദദ് സെ ഹി വാപ്പസ് മിലി. ജിന്ദഗി എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ്. എനിക്ക് ജീവിതം ബാലമുകുന്ദ് കി മദദ് സെ ഹി വാപ്പസ് മിലി. ബാലമുകുന്ദിൻ്റെ സഹായത്തോടെയാണ് തിരിച്ചു കിട്ടിയത്. മദദ് എന്ന് പറഞ്ഞാൽ സഹായം എന്നാണ് അർത്ഥം.
വാപ്പസ് മിൽന എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടുക എന്നാണ്. അപ്പോൾ മിർസ ഗാലിബ് പറയുന്നു, ബാലമുകുന്ദിൻ്റെ സഹായം കൊണ്ടാണ് എനിക്ക് ജീവിതം തിരിച്ചു കിട്ടിയത്. ദൂർ കെ ദോസ്തോമേ മേററ്റ് കെ ഹരി ഗോപാൽ തുഫ്താ ഹെ. ഇനി ദൂരെയുള്ള സുഹൃത്തുക്കളിൽ, ദോസ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കൂട്ടുകാരാണ് അല്ലേ. ദൂരെയുള്ള സുഹൃത്തുക്കളിൽ മേററ്റ് എന്ന് പറഞ്ഞാൽ മീററ്റാണ്, മീററ്റ് എന്ന് പറഞ്ഞ സ്ഥലം. മീററ്റിലെ ഹരി ഗോപാൽ തുഫ്താ ഹെ. ഹരി ഗോപാൽ തുഫ്ത അത് ഒരാളുടെ പേരാണ്. ഇപ്പോൾ ദൂരെയുള്ള കൂട്ടുകാരിൽ മീററ്റിലുള്ള ഹരിഗോപാൽ തുഫ്തയുണ്ട്. വേ ഷായരി കർത്തേ ഹെ. അദ്ദേഹം കവിത എഴുതുന്നയാളാണ്. ഷായരി എന്ന് പറഞ്ഞാൽ കവിത എന്നാണ്. ഷായരി കർണ എന്ന് പറഞ്ഞാൽ കവിത എഴുതുക, അപ്പം കവിയാണ് അദ്ദേഹം. ഉനോനെ മുझे अपने घर मेरठ से नकद रुपया भेजा है. അദ്ദേഹം എനിക്ക് തൻ്റെ വീട്ടിൽ നിന്ന് എന്താ അയച്ചു തന്നത്? നക്കദ് റുപ്പയ. നക്കദ് റുപ്പയ എന്ന് പറഞ്ഞാൽ എന്താണ്? രൊക്കം, പണം, പൈസ അയച്ചു തന്നു. ഗേഹു കി കുച്ച് ബോരിയാ ഭി തുഫ്താ കെ ആദ്മി മേരെ ഘർ രഖ് ഗയേ ഹെ. ഗേഹു കെ കുച്ച് ബോരിയ. ഗേഹു എന്ന് പറഞ്ഞാൽ ഗോതമ്പാണ്. ബോരി എന്ന് പറഞ്ഞാൽ ചാക്ക്. ഗോതമ്പിൻ്റെ കുറച്ച് ചാക്കുകളും തുഫ്താ കെ ആദ്മി, തുഫ്തയുടെ ആളുകൾ, മേരെ ഘർ രഖ് ഗയേ ഹെ, എൻ്റെ വീട്ടിൽ വെച്ചിട്ട് പോയി. അപ്പോൾ ദൂരെയുള്ള കൂട്ടുകാരനായിരുന്ന മേററ്റിൽ താമസിക്കുന്ന ഹരിഗോപാൽ തുഫ്ത കുറേ ആൾക്കാരുടെ കയ്യിൽ എന്ത് ചെയ്തു? പണവും കൊടുത്തുവിട്ടു, അതുപോലെ ഗോതമ്പിൻ്റെ കുറച്ച് ചാക്കുകളും കൊടുത്തുവിട്ടു. അതൊക്കെ ഇവരെ ഗാലിബിൻ്റെ വീട്ടിൽ വെച്ചിട്ട് പോയി. ഉനോനെ കഹല ഭേജാ ഹെ കി. അദ്ദേഹം പറഞ്ഞു വിട്ടു, ഇവരുടെ അടുത്ത് പറഞ്ഞു വിട്ടു. എന്താണ്? കി മേ ഫിക്ർ ന കറും, ഞാൻ വിഷമിക്കരുതെന്ന് പറഞ്ഞു വിട്ടു. ഈ വന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു വിട്ടതാണ്. കഹല ഭേജന എന്ന് പറഞ്ഞാൽ പറഞ്ഞ് വിടുക എന്നാണ്. എന്താ പറഞ്ഞു വിട്ടത്? ഞാൻ വിഷമിക്കരുത്, അതായത് മിർസ ഗാലിബ് വിഷമിക്കരുതെന്ന് അവിടുന്ന് പറഞ്ഞു വിട്ടു. വേ മേരി മദദ് ഹർ കിസ്മ സെ കർത്തേ രഹേങ്കെ. അദ്ദേഹം എന്നെ ഏതു വിധേനയും സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞു വിട്ടു. അതുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട എന്ന്. ഓക്കെ, ഇനി അവസാനത്തെ പാരഗ്രാഫ് ഒന്ന് നോക്കിയേ. ये बातें जिनका लिखना ज़रूरी नहीं था सिर्फ इसलिए लिखी कि इन लोगों की दरियादिली और हमदर्दी का शुक्रिया अदा हो जाए. ये बातें എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ലിഖ്ന ജറൂരി നഹിത, എഴുതേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. നിങ്ങൾക്കറിയാം ഇതൊരു ഡയറിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ. ഇതൊക്കെ മിർസ ഗാലിബ് തൻ്റെ ഡയറി കുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവസാനം അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഇതൊന്നും എഴുതേണ്ട അത്യാവശ്യമൊന്നുമില്ലായിരുന്നു. സിർഫ് ഇസ്ലിയെ ലിഖി, ഇതുകൊണ്ട് മാത്രമാണ് എഴുതിയത്. സിർഫ് എന്ന് പറഞ്ഞാൽ മാത്രം, ഇസ്ലിയെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് എഴുതിയത്. എന്തുകൊണ്ട്? കി ഇൻ ലോഗോ കി ദരിയാദിലി, ഈ മനുഷ്യരുടെ, അതായത് ഇദ്ദേഹത്തെ സഹായിച്ച കുറേ സുഹൃത്തുക്കളും ഒക്കെ അയൽവാസികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരുടെ ദരിയാദിലി. ദരിയാദിലി എന്ന് പറയാൻ എന്താ അർത്ഥം? ദരിയാദിലി എന്ന് പറഞ്ഞാൽ ഔദാര്യം. എന്താണ്? ഔദാര്യം, ജനറോസിറ്റി എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഓർ ഹംദർദി കാ ശുക്രിയ അദാ ഹോ ജായേ. ഹംദർദി എന്ന് പറഞ്ഞാൽ സഹതാപം. ഹംദർദി കാ ശുക്രിയ അദാ ഹോ ജായേ. ശുക്രിയ എന്ന് പറഞ്ഞാൽ നന്ദി. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് എഴുതുന്നത്? ഈ മനുഷ്യരുടെ ഔദാര്യത്തിനും സഹതാപത്തിനുമൊക്കെ ഒരു നന്ദി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എഴുതുന്നത്. അല്ലാതെ ഇത് എഴുതേണ്ട ഒരു കാര്യവും ഇല്ല. രാത് കോ ചിരാഗ് നഹി ജൽത്തെ. രാത്രിയിൽ വിളക്കൊന്നും കത്തുന്നില്ല. ചിരാഗ് എന്ന് പറഞ്ഞാൽ വിളക്കാണ്. രാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം രാത്രി. ജൽന എന്ന് പറഞ്ഞാൽ കത്തുക. അപ്പോൾ രാത്ത് കോ ചിരാഗ് നഹി ജൽത്തെ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വിളക്കൊന്നും കത്തുന്നില്ല. ദിൻമേ ചൂൽഹ നഹി സുലഗ്തെ. പകല് അടുപ്പും കത്തുന്നില്ല. സുലഗ്ന എന്ന് പറഞ്ഞാൽ കത്തുക എന്ന് തന്നെയാണ് അർത്ഥം. ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്. പകല് അടുപ്പും കത്തുന്നില്ല. രാത്രി വിളക്കും കത്തുന്നില്ല, പകല് അടുപ്പും കത്തുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? കാരണം കൊടിയ ദാരിദ്ര്യമാണ്. വിളക്ക് കത്തിക്കാൻ മണ്ണെണ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണ്ടേ? അതിനൊന്നുമുള്ള പണമില്ല. പകൽ അടുപ്പ് കത്തുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടുപ്പ് കത്തിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യാനുള്ള സാധനം ഉണ്ടെങ്കിലല്ലേ അടുപ്പ് കത്തിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ പാചകം ചെയ്യാനുള്ള ധാന്യങ്ങളോ അരിയോ ഒന്നും വീട്ടിൽ ഇല്ല. അപ്പം ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നതാണത്. രാത്രിയിൽ വിളക്ക് കത്തിക്കുന്നില്ല, പകൽ അടുപ്പ് പോലും കത്തുന്നില്ല. ജബ് അനാജ് ഹി നഹി ഹെ തോ ചൂൽഹെ കേസെ ജലേ. അനാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാന്യങ്ങൾ. ധാന്യങ്ങളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അടുപ്പ് കത്തുക? ചൂൽഹെ കേസെ ജല എന്ന് പറഞ്ഞാൽ അടുപ്പ് എങ്ങനെ കത്തും? അപ്പോൾ ധാന്യങ്ങളില്ലെങ്കിൽ പിന്നെ അടുപ്പ് എങ്ങനെ കത്തും? മക്കാനോ കെ മാലിക് മാർ ഡാലേ ഗയേ ഹേ.
മക്കാനോ കെ മാലിക്. മക്കാൻ എന്ന് പറഞ്ഞാൽ കെട്ടിടം എന്നാണ് അർത്ഥം. മക്കാനോ കെ മാലിക്, മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ. കെട്ടിടത്തിൻ്റെ ഉടമസ്ഥന്മാരെല്ലാം മാർ ഡാലേ ഗയേ ഹെ, കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുടുംബനാഥന്മാരൊക്കെ കൊല്ലപ്പെട്ടു, വീടിൻ്റെ ഉടമസ്ഥന്മാരൊക്കെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. വേ ഹോത്തെ തോ ഘറോ മേ ഗല്ലാ പാനി ആത്ത, അവരുണ്ടെങ്കിലല്ലേ വീട്ടിലേക്ക് ധാന്യങ്ങളും വെള്ളമൊക്കെ വരുള്ളൂ. ഈ ഗല്ലാ പാനി എന്ന് പറഞ്ഞാൽ തിന്നാനും കുടിക്കാനുള്ള സാധനങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അവരുണ്ടെങ്കിലല്ലേ വീട്ടിൽ തിന്നാനും കുടിക്കാനുള്ള സാധനങ്ങളൊക്കെ എത്തുകയുള്ളൂ. ഗാലിബ് ജിസ്കെ ഇസ് ഷെഹർ മേ ഹസാറോ ദോസ്ത് ഹെ, ഹസാർ എന്ന് പറഞ്ഞാൽ 1000, ഹസാറോ ദോസ്ത് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ. അപ്പോൾ ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന ഗാലിബ് എന്ന ഞാൻ ഇസ് തൻഹായി और अकेलेपन में सिर्फ अपनी कलम के सहारे ही जिंदा बचा रह गया है. ഇപ്പം ഞാൻ എൻ്റെ കലം കെ സഹാരെ, കലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പേന എന്നാണ്, പേനയുടെ സഹായത്തോടു കൂടിയാണ്. സഹാര എന്ന് പറഞ്ഞാൽ ആശ്രയം, സഹായം എന്നൊക്കെയാണ് അർത്ഥം. ആയിരക്കണക്കിന് കൂട്ടുകാരുണ്ടായിരുന്ന മിർസ ഗാലിബ് എന്ന ഞാൻ ഇപ്പോൾ എൻ്റെ പേനയുടെ സഹായത്തോടെയാണ് ജിന്ദാ ബച്ച് രഹ് ഗയാ ഹെ, ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? ആയിരക്കണക്കിന് കൂട്ടുകാരുണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ എൻ്റെ പേനയെ ആശ്രയിച്ചാണിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ. ഉസ്കെ സാരേ ദോസ്ത് ഏക് ഏക്കർ മാർ ഡാലേ ഗയേ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഓരോരുത്തരായി കൊല്ലപ്പെട്ടു. ഏക് ഏക്കർ മാർ ഡാലേ ഗയേ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരായി കൊല്ലപ്പെട്ടു എന്നാണ്. മേരി ആത്മാമേ അബ് കേവൽ ദുഃഖ് ഹി ദുഃഖ് ഹെ, എൻ്റെ ആത്മാവിൽ, എൻ്റെ മനസ്സിലിപ്പം കേവൽ ദുഃഖ് ഹി ദുഃഖ് ഹെ, ദുഃഖം മാത്രമേ ഉള്ളൂ. ദുഃഖ് ഹി ദുഃഖ് എന്ന് പറഞ്ഞാൽ ദുഃഖം മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സിലിപ്പം, എൻ്റെ ആത്മാവിലിപ്പം ദുഃഖം മാത്രമേ ഉള്ളൂ. മേ അപ്ന ബിസ്തർ ഓർ കപ്പടെ ബേച്ച് ബേച്ച് കർ ജിന്ദഗി ഗുസാർ രഹാ ഹും, ഞാൻ എൻ്റെ ബിസ്തർ, ബിസ്തർ എന്ന് പറഞ്ഞാൽ കിടക്ക എന്നാണ് അർത്ഥം. ബിസ്തർ കിടക്കയും, അതുപോലെ തന്നെ കപ്പടെ, കപ്പട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വസ്ത്രം എന്നാണ് അർത്ഥം. ഞാൻ എൻ്റെ കിടക്കയും വസ്ത്രമൊക്കെ വിറ്റിട്ട്, ബേച്ചിന എന്ന് പറഞ്ഞാൽ വിൽക്കുക എന്നാണ്. അപ്പം മേ അപ്പനെ ബിസ്തർ ഓർ കപ്പടെ ബേച്ച് ബേച്ച് കർ ജിന്ദഗി ഗുസാർ രഹാ ഹും, ഞാൻ എൻ്റെ കിടക്കയും വസ്ത്രങ്ങളുമൊക്കെ വിറ്റിട്ടാണിപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത്. ദൂസരെ ലോഗ് ജിസ് തരഹ് സെ റോട്ടിയാ ഖാത്തെ ഹെ മേ കപ്പടെ ഖാ രഹാ ഹും, മറ്റുള്ളവർ റോട്ടി കഴിക്കുന്നത് പോലെ ഞാൻ എന്താണ് കഴിക്കുന്നത്? കപ്പടെ ഖാ രഹാ ഹും, ഞാൻ വസ്ത്രമാണ് കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വസ്ത്രം വിറ്റിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. മറ്റുള്ളവർ റോട്ടി കഴിക്കുന്നത് പോലെ ഞാൻ എൻ്റെ വസ്ത്രമാണ് കഴിക്കുന്നത്. ഡർത്താഹും, ഞാൻ ഭയക്കുന്നു. ഡർന എന്ന് പറഞ്ഞാൽ ഭയക്കുക എന്നാണ്. ഡർത്താഹും, ഞാൻ ഭയക്കുന്നു. എന്താ ഭയക്കുന്നത്? कि जब सब कपड़े खा लूँगा, എല്ലാ വസ്ത്രവും തിന്നു കഴിയുമ്പം, तो नंगा ही भूखा मर जाऊँगा, ഞാൻ നഗ്നനായി വിശന്ന് മരിക്കുമോ എന്ന്. നങ്ക എന്ന് പറഞ്ഞാൽ നേക്കഡ്, നഗ്നനായ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ മിർസ ഗാലിബ് പറയുവാണ്, ഞാൻ എൻ്റെ കിടക്കയും വസ്ത്രങ്ങളും ഒക്കെ വിറ്റിട്ടാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ. പക്ഷേ ഞാൻ ഭയക്കുന്നു. എന്താണ്? ഞാൻ എല്ലാ വസ്ത്രവും തിന്നു കഴിയുമ്പോൾ, അതായത് എൻ്റെ വസ്ത്രങ്ങളെല്ലാം വിറ്റ് ഞാൻ തിന്നു കഴിയുമ്പോൾ ഞാൻ ഒരു ദിവസം നഗ്നനായി വിശന്ന് മരിക്കുമോ എന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിസ് ഗലീമെ മേ രഹത്താഹു എന്ന് പറയുന്ന ഡയറി. മനസ്സിലായോ? അപ്പോൾ 1857 കാലഘട്ടത്തിൽ ഡൽഹിയിൽ താമസിച്ചിരുന്ന സാധാരണക്കാരായ ആളുകൾ അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയൊക്കെ ഒരു ചിത്രമാണ് നമുക്ക് ഈ ഡയറിയിലൂടെ ലഭിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാകാൻ വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ 2 3 പ്രാവശ്യം കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ചെറിയൊരു ചോദ്യം തരാം. നിങ്ങളതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കണം. മിർസ ഗാലിബ് സുഖമില്ലാതെ ആയപ്പം അദ്ദേഹത്തെ ചികിത്സിക്കാൻ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന ആളെപ്പറ്റി നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അയാളുടെ പേരെന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ. കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ടീച്ചറെ കാണിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദ്. അൽവിദ.